ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്ത് നമുക്ക് മുകളിലോട്ട് എടുക്കും തോറും നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന ഇതല്ലേ, ഈ സ്ലോയിൽ നമുക്ക് പോകണം. ഒരു വാഹനം നമ്മൾ സൈഡ് കൊടുക്കണം, സ്പേസ് കുറവാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടരുത്. പലരും സംശയമാണ് ഇപ്പം ഈ ക്ലച്ച് ചവിട്ടിക്കൊണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്, എന്തിനെല്ലാമാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ച് കഴിഞ്ഞ് ലൈസൻസ് കയ്യിലുണ്ടായിട്ട് വാഹനത്തിൽ കയറി നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്തവർക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പം അറിയാവുന്ന എക്സ്പെർട്ടായിട്ട് ആൾക്കാരൊന്നും ഇത് കാണണമെന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്ന ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം നമുക്കൊരു ഷെയറിംഗ് എല്ലാം കഴിയുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴൊക്കെയാണ് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലൂടെ ചെറിയ എടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴൊക്കെയാണ് ഒരു വാഹനത്തിൽ ക്ലച്ചിന്റെ ഉപയോഗങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ന്യൂട്രാക്കാൻ ക്ലച്ചിന്റെ ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു വാഹനത്തിന് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചില വാഹനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ക്ലച്ച് ചവിട്ടിയാലേ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ആ വാഹനം ഒന്ന് മൂവ് ആക്കാനും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കാൻ നേരവും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നിർത്താൻ നേരവും ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ക്ലച്ചുകൾ ഉപയോഗിക്കുന്ന ഓരോ സ്ഥലത്ത്, അതായത് നമ്മൾ ആക്സിലേറ്റർ നമ്മുടെ കാലുകൾ ഇല്ലാത്ത സമയം എപ്പോഴൊക്കെയാ, കുഴികള്, കട്ടറുകള്, വളവുകള്, സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്തെല്ലാം നമ്മൾ ക്ലച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഗട്ടറും കുഴികളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെ എന്ത് ചെയ്യുന്നു, പതിയെ സ്ലോയിലാണ് പോകുന്നത്. നമുക്ക് സ്ലോ ചെയ്യാനും നിർത്താനും ഉള്ള സാധനം ക്ലച്ചും ബ്രേക്കുമാണ്. അപ്പൊ നമ്മൾ ആദ്യം ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പിന്നെയും ബ്രേക്കിൽ തന്നെ വെച്ചാൽ സംഭവിക്കും, വാഹനം ഓഫ് ആയി പോകും. പിന്നെ നമ്മൾ സ്ലോ ചെയ്യുന്ന ഏതിലാ, ക്ലച്ചിലാണ്. അപ്പൊ നമുക്ക് ഗട്ടറുകളും കുഴികളും എല്ലാം വരുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ചിലാണ് നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി. പലവർക്ക് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ അങ്ങ് സ്ലോ ആണ്. ക്ലച്ച് ചവിട്ടി വെക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാ, ആ പകുതി നമ്മൾ പറയാറുണ്ട് ഹാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട്. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ സംഗതിയില്ല, ബൈറ്റിംഗ് പോയിന്റ്. അപ്പൊ ഈ ബൈറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വാഹനം സ്ലോ ആകത്തുള്ളൂ. ക്ലച്ചിന് താഴെ പ്ലേ ആണ്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ന്യൂട്രലിന് സമാനമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഗിയറുമായിട്ട് ഒരു പിടുത്തം വരണമെന്നുണ്ടെങ്കിൽ എവിടെയായിട്ട് വരണം, നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് മുകളിലോട്ട് വന്നാൽ ആ ഗിയറുമായിട്ട് പിടുത്തം വരത്തുള്ളൂ. അപ്പൊ നമുക്ക് സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് മുകളിലോട്ട് വരുമ്പോഴാണ് എന്ത്, ആ സ്പീഡ് കൂടിപ്പോകുന്നത്. അപ്പൊ നമുക്ക് സ്ലോ ചെയ്യുന്ന സമയത്തെല്ലാം ആ സ്ലോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ മുകളിൽ നിന്ന് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ താഴെ ചവിട്ടി, അതായത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്ത് നമുക്ക് മുകളിലോട്ട് എടുക്കും തോറും നമുക്ക് ആ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന ഇതല്ലേ, ഈ സ്ലോയിൽ നമുക്ക് പോകണം. ഒരു വാഹനം നമ്മൾ സൈഡ് കൊടുക്കണം, സ്പേസ് കുറവാണ്. ആ സമയത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ചിലാണ് നമ്മൾ ആ കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാൻ. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം വന്നിട്ടുള്ള പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്നും പറയും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് നിങ്ങളെ പഠിച്ചു എന്ന് പറയാം. കാരണം 10-20 വർഷമായി ലൈസൻസ് കയ്യിലുള്ള ഒരാൾ പറയുന്ന കാര്യം, ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചതാ, പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി. നമ്മളിപ്പോ എന്തൊരു ജോലിയാണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേടി മാറും, നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പേടി ഉണ്ടാകാനുള്ള കാരണം, പഠിച്ചില്ല, അതുകൊണ്ടാണ് പേടി. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം, എന്റെ ജില്ല ഏതാണ് കരുതണ്ട. കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ കാസർഗോഡ് മുതല് ഇനി അറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.
അപ്പൊ നമ്മൾ എപ്പോഴൊക്കെയാണ് ക്ലച്ച് ചവിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ വളവുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ലോ ആക്കാൻ നേരം അഥവാ നമുക്ക് ആക്സിലറേറ്ററിന് മാറി നമുക്ക് വാഹനം ഒന്ന് സ്ലോയിൽ വേണം പോകാനെന്നുണ്ടെങ്കിലും നമ്മൾ ബ്രേക്കിൽ സ്ലോ ചെയ്തതിന് ശേഷം ക്ലച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടരുത്. പലരും സംശയമാണ് ഇപ്പം ഈ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഇറങ്ങിയില്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി ഓഫ് ആകില്ല എന്നുള്ളത്. നിങ്ങളപ്പം ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനം ന്യൂട്രല് സമാനമാണ്, ഗിയറുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ഇറക്കത്ത് എന്ത് ചെയ്യരുത്, ക്ലച്ച് ചവിട്ടും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ ഇറക്കം വരുന്ന സമയത്ത് വാഹനം സ്പീഡ് കൂടില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പൊ ഇറക്കം വരുന്ന വാഹനത്തിന്റെ സ്പീഡ് കൂടും. അപ്പൊ നമ്മള് ആ ബ്രേക്കിൽ ഒന്ന് എന്ത് ചെയ്യണം, സ്ലോ ചെയ്തുകൊണ്ട് ആ ബ്രേക്കിൽ തന്നെ നമ്മൾ എന്തിനാ, നിങ്ങളിങ്ങനെ ഈ ബ്രേക്കിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത്, ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഈ ബ്രേക്കിൽ വെച്ചാൽ നിങ്ങൾ അടുത്ത് ഓടണ്ട, പതിയെ പതിയെ ബ്രേക്ക് സ്ലോ ആക്കേണ്ട, പതിയെ എന്ത് ചെയ്യാം, നിങ്ങൾ ബ്രേക്കിൽ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേ എന്ത് ചെയ്തോളൂ, ആ വാഹനം ഗിയറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഇറക്കാൻ കഴിയത്തുള്ളൂ. അല്ല നിങ്ങൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ക്ലച്ച് ചവിട്ടരുത്. കാരണം ഇറക്കം കൂടെ ആകുമ്പോൾ ക്ലച്ച് കൂടെ ചവിട്ടി എന്ത് ചെയ്യും, വണ്ടിക്ക് ഭയങ്കര സ്പീഡാകും. നമുക്ക് പിന്നെ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തുന്ന കൺട്രോൾ കിട്ടാതെ എന്ത് ചെയ്യും, പോകുകയൊക്കെ ചെയ്യും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇറക്കത്ത് നിങ്ങൾ ക്ലച്ച് ചവിട്ടരുത്. അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് കയറിയ സമയത്തും ഇപ്പൊ നമ്മുടെ വാഹനം ഇങ്ങോട്ട് റൈറ്റോട് തിരിഞ്ഞു, ഈ റൈറ്റോട് തിരിഞ്ഞ് വാഹനം നേരെ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിന്നും നമ്മൾ ഫുള്ളായിട്ട് കാലെടുക്കുക. കാരണം നമ്മളെല്ലാവരും എന്ത് ചെയ്യും, വാഹനം ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചെന്ന് കാലെടുത്ത് അങ്ങ് ഓടും. കാരണം പെട്ടെന്ന് വണ്ടി വരുന്നത് നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഈ പെട്ടെന്ന് ക്ലച്ചിന് കാലെടുത്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും. അപ്പൊ നമുക്ക് ഒരു വാഹനം ഒരു ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ തിരിഞ്ഞു കയറണമെന്നുണ്ടെങ്കിലും ആ ക്ലച്ചിൽ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് നമ്മൾ സ്വല്പം മാത്രം സ്പീഡ് കൂടുന്ന മൊത്തം ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് എടുക്കുന്നവരുമാണ്. അപ്പൊ ക്ലച്ചിൽ നിന്ന് മുകളിലോട്ട് പോകാതെ അധികം പോകാതെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ഉരുളിച്ച കിട്ടിയാൽ മതി. ആ ഉരുളിച്ച കിട്ടി വാഹനം നമ്മുടെ ഭാഗത്തേക്ക് വന്ന് വാഹനം നേരെ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിന്ന് മുഴുവനും എടുത്ത് നമ്മുടെ സൈഡിൽ തന്നെ ആ ഉറപ്പ് വരുത്തി സ്പീഡ് കൂട്ടി വാഹനത്തിന്റെ ഗിയറുകൾ നമ്മൾ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴൊക്കെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആ ക്ലച്ച് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്താണോ, നിരപ്പ് പോകുന്ന സമയത്താണോ, വളവ് പോകുന്ന സമയത്താണോ, ഗിയർ മാറുന്ന, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചുമായിട്ടുള്ള ബന്ധം കിട്ടും. നിങ്ങൾക്ക് പേടി കൂടാതെ എന്ത് ചെയ്യാം, വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ട്, അല്ല ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ഒന്നി സംശയങ്ങൾ പറഞ്ഞ് കമന്റ് ആയിട്ട് തരും. അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ രൂപത്തിൽ തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട്, പലരും ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കളിയാക്കുമെന്ന്. എന്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞാനത് വീഡിയോ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സമയങ്ങളും ചോദിക്കാൻ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താ പറയുക യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.